നമസ്കാരം. 10 വർഷമായി കേന്ദ്രത്തിൽ അധികാരമില്ലാത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും വിവിധ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തും എന്ന് പറയുന്ന BJP മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. പിന്നീട് അങ്ങോട്ട് കറുത്ത ദിനങ്ങളായിരിക്കും കോൺഗ്രസിന്. അതുകൊണ്ട് കഴിയാവുന്നത്ര പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിയാവുന്നത്ര തന്ത്രങ്ങൾ പയറ്റി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിൽ പ്രഗത്ഭരായി നിൽക്കുന്ന പാർട്ടികളെയും പാർട്ടി നേതാക്കന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം എന്ന മഹത്തരമായ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് അതിന് ഇന്ത്യ എന്ന പേര് നൽകുന്ന തന്ത്രപരമായ തീരുമാനം തൊട്ടിങ്ങോട്ട് എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുകയായിരുന്നു കോൺഗ്രസ്. ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ഒക്കെ കോൺഗ്രസിന് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. ഒപ്പം കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയിലെ മഹാലക്ഷ്മി സ്കീം അടക്കമുള്ള വിവിധ തരത്തിലുള്ള പദ്ധതികൾ അത് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല, തള്ളിക്കളയാൻ കഴിയാവുന്നതുമല്ല. പക്ഷേ സഖ്യരൂപീകരണത്തിൻ്റെ ഭാഗമായി സീറ്റ് വിഭജന ചർച്ചകൾക്കൊക്കെ ശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പുകൾ ഓരോന്നും നടക്കുമ്പോഴും പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടികളും അതിനോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPM-ഉം കോൺഗ്രസും രണ്ട് തട്ടിൽ മത്സരിക്കുന്നത് പോലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾ പ്രാദേശിക തലത്തിൽ രണ്ട് തട്ടിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളാണ്. ബംഗാളിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു. അവിടെ പ്രധാന എതിരാളി BJP-യും തൃണമൂൽ കോൺഗ്രസുമാണ്. എന്നാൽ ബംഗാളിൽ BJP-യേക്കാൾ വലിയ എതിരാളിയായി കോൺഗ്രസ് കണക്കാക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെയാണ്, അതായത് മമതാ ബാനർജിയെയാണ്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒക്കെ രണ്ട് തട്ടിൽ മത്സരിക്കുന്നെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ ഇന്ത്യ സഖ്യം തള്ളിക്കളഞ്ഞിട്ടില്ല. സഖ്യത്തിൻ്റെ ഭാഗമല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് മാത്രം. ഒരുപക്ഷെ BJP-യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാമെന്ന തന്ത്രപരമായൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി നിലവിൽ നിശബ്ദത കാത്തുസൂക്ഷിക്കുകയാണ് കോൺഗ്രസ്. പക്ഷേ അവിടെ കോൺഗ്രസിന് മറ്റൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. രാജ്യമൊട്ടാകെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാൾ. അതിൻ്റെ പ്രധാന കാരണം ദേശീയ തലത്തിലെ മുഖമായി നിൽക്കുന്ന മമതാ ബാനർജി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ അകത്ത് തങ്ങൾ കോൺഗ്രസിന് കൈകൊടുക്കുന്നില്ല എങ്കിൽ പോലും പുറത്തുനിന്ന് കോൺഗ്രസിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ ബംഗാളിലെ PCC അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൗധരി പറയുന്നത് മമതാ ബാനർജി ഒരു കള്ളിയാണെന്നും അവർ ഇന്ന് അധികാരമുള്ളവരോടൊപ്പം നിൽക്കും, നാളെ മറ്റാർക്കെങ്കിലും അധികാരം കിട്ടിയാൽ അവരോടൊപ്പം പോകുമെന്നും BJP-ക്ക് അനുകൂലമായ നിലപാട് മമതാ ബാനർജി സ്വീകരിക്കുവാൻ ഇനി അധിക നാളുകളില്ല എന്ന തരത്തിലേക്കൊക്കെയാണ്. അത് സ്വാഭാവികമായും ദേശീയ തലത്തിൽ ചർച്ചയാവുകയും പ്രാദേശിക തലത്തിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്താൽ പോലും ദേശീയ തലത്തിൽ അത് മറ്റു പല ചർച്ചകളിലേക്ക് വഴിത്തിരിയുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖാർഗെ ആ വിഷയത്തിൽ ഇടപെട്ടതും തക്കതായ താക്കീതും നൽകിയത്. കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അധീർ രഞ്ജൻ ചൗധരി ആളല്ല എന്നും അതിന് തീരുമാനമെടുക്കുവാൻ വേണ്ടി AICC അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ എന്ന താനും ഒപ്പം ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഉണ്ട് എന്ന ഒരു താക്കീത് അന്ന് അധീർ രഞ്ജൻ ചൗധരിക്ക് AICC-യുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ വിഷയം അതല്ല. ബംഗാളിലെ കോൺഗ്രസ് ഘടകം ഒന്നായി ഖാർഗെക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ദല്ലാളാണ് AICC-യുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ എന്ന് തുറന്ന് പറയുകയാണ് ബംഗാളിലെ കോൺഗ്രസ് ഘടകം. AICC ഓഫീസിൻ്റെ മുൻപിലും ബംഗാൾ PCC-യുടെ മുൻപിലുമൊക്കെ കാര്യമായ രീതിയിൽ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായുള്ള പോസ്റ്ററുകൾ നിരന്നു കഴിഞ്ഞു. മല്ലികാർജ്ജുന ഖാർഗെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദല്ലാളാണെന്നും ഒപ്പം മല്ലികാർജ്ജുന ഖാർഗെയുടെ ചിത്രങ്ങൾ വിരൂപമായ രീതിയിൽ വരച്ചു വെച്ചുമാണ് പോസ്റ്ററുകൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ രൂക്ഷമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ബംഗാളിലെ PCC-യുടെ നേതൃത്വത്തിനെതിരെയും ഒപ്പം അതിന് ഒപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കന്മാർക്കെതിരെയും AICC കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ബംഗാളിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാലുടൻ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയും പോസ്റ്ററിന് പിന്നിലെ കറുത്ത കരങ്ങളെ കണ്ടെത്തുകയും അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നുമാണ് ഇപ്പോൾ KC വേണുഗോപാൽ അറിയിക്കുന്നത്. സ്വാഭാവികമായും ബംഗാളിലെ PCC അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൗധരിക്കെതിരായി
ഖാർഗെ ശക്തമായ രീതിയിൽ താക്കീത് നൽകിയതിന് പിന്നാലെയാണ് ഈ പോസ്റ്റർ പൊതുനിരത്തിലും പാർട്ടി ഓഫീസിന് മുൻപിലും നിരന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് പിന്നിൽ അധിർ രഞ്ജൻ ചൗധരിയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അനുഭാവമുള്ള പാർട്ടി പ്രവർത്തകരോ നേതാക്കന്മാരോ ആയിരിക്കുമെന്നൊരു വീക്ഷണത്തോടു കൂടി തന്നെയാണ് ഈ പരാതിയെ സ്വീകരിച്ചിരിക്കുന്നതും ഇതിന് പുറത്ത് ശക്തമായ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി KC വേണുഗോപാലും AICCയുടെ അധ്യക്ഷനടക്കമുള്ള നേതാക്കന്മാരും മുൻകൈയെടുക്കുവാൻ പോകുന്നത്. പാർട്ടിയുടെ AICC അധ്യക്ഷനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായും അച്ചടക്ക ലംഘനം തന്നെയാണെന്നും അതിന് കടുത്ത ശിക്ഷ തന്നെ നൽകുമെന്നും KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട്. ബംഗാളിൽ PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി തൃണമൂലുമായി കൈകോർക്കുന്നത് ശരിയല്ല, അതിന് താൻ തയ്യാറല്ല എന്നും കോൺഗ്രസിനെതിരെയും ഹൈക്കമാൻഡിനെതിരെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ള മമതാ ബാനർജിക്കെതിരെ താൻ ഒരു തരത്തിലുള്ള സന്ധി ചേരലും തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഖാർഗെ അതിനെ വിലക്കുകയാണ്. എന്തുകൊണ്ട് ഖാർഗെ വിലക്കുന്നു? സ്വാഭാവികമായും അതിന് ഉത്തരവും വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ബാലികേറ മല തന്നെയാണ്. 400 സീറ്റിലധികം നേടിക്കൊണ്ട് അധികാരത്തിലെത്തും എന്ന ഒരു വിജയ സന്ദേശം ആദ്യം തന്നെ മുഴക്കിക്കൊണ്ടാണ് BJP കളത്തിലിറങ്ങുന്നത്. ആ സന്ദേശത്തെ ഓരോന്നോരോന്നായി തകർത്തുകൊണ്ട് മുൻനിരയിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്ന ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരുടെ പിൻബലം വേണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേശീയ തലത്തിൽ അത് ചർച്ചയാവുകയും ഒപ്പം ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത് തുരങ്കം വെക്കുന്നത് തന്നെയാണ്. പ്രാദേശിക തലത്തിൽ ബംഗാൾ സംസ്ഥാനത്തിനുള്ളിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ വിജയം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരായി ശബ്ദമുയർത്തുവാൻ കോൺഗ്രസിന് അനുവാദം നൽകിയിട്ടുണ്ട് AICCയും ഹൈക്കമാൻഡും. പക്ഷേ ശക്തമായ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജിക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അത് പാടില്ല എന്ന വ്യക്തമായ രീതിയിൽ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ പറയുന്നു. അതിന് കാരണം ഇതാണ്. മല്ലികാർജ്ജുന ഖാർഗെക്ക് അറിയാം തൃണമൂൽ കോൺഗ്രസിനേക്കാൾ ശക്തി ആർജിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബംഗാളിൽ നിന്ന്, ഒപ്പം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും. സ്വാഭാവികമായും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചു വരുവാൻ കഴിയുന്ന പിൻബലം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ ആ സീറ്റുകളിൽ വിജയിച്ച എംപിമാരുടെ, അതായത് ആ സീറ്റുകളിൽ വിജയിച്ചു വരുന്ന ലോക്സഭാ എംപിമാരുടെ പിൻബലം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. തീർത്തും ശക്തമായ ഭാഷയിൽ തന്നെ അധിർ രഞ്ജൻ ചൗധരിക്കെതിരെ ശബ്ദമുയർത്തുമ്പോഴും മറുഭാഗത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും ഇറക്കുന്നുണ്ട്. ബംഗാളിലെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് അധിർ രഞ്ജൻ ചൗധരി എന്നും ബംഗാളിൽ കോൺഗ്രസ് നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്ന് അധിർ രഞ്ജൻ ചൗധരിയാണെന്നുമൊക്കെ അദ്ദേഹം പല വേദികളിലും മാധ്യമങ്ങളോടും പറയുന്നുണ്ട്. എന്തായാലും ബംഗാളിൽ ഇപ്പോൾ പോര് തൃണമൂൽ കോൺഗ്രസും തമ്മിലല്ല. കോൺഗ്രസിന്റെ AICC അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയും ബംഗാളിലെ കോൺഗ്രസ് ഘടകവും PCC അധ്യക്ഷനുമായ അധിർ രഞ്ജൻ ചൗധരിയും ഒക്കെ തമ്മിലാണ്. തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ എന്തായിരിക്കും ബംഗാളിലെ കോൺഗ്രസും ഹൈക്കമാൻഡും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പുതിയ ഭാവമെന്ന് കണ്ടറിയേണ്ടതായുണ്ട്.